ഇങ്ങോട്ട് സംസാരിക്കാനായിട്ട് ക്ഷമിച്ച നമ്മുടെ ഈ കുട്ടി പറഞ്ഞ പോലെ ഒക്കെ മേളൻ്റെ പൊക്കൊന്നും ഞാനല്ല പറഞ്ഞത്, കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു വാക്കാണ്. പലപ്പോഴും ഞാൻ പല വേദികളിലും ചെന്ന് കഴിയുമ്പോൾ പലരും അത് ഉദ്ധരിച്ച് സംസാരിക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം. ഇപ്പം എനിക്കൊരു പേടിയുണ്ട് അതെൻ്റെ ഇതിലേക്ക് വരുമോ എന്ന്. ബഹുമാനായ അധ്യക്ഷൻ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എബ്രാമച്ച്, നവദർശന ഗ്രാമിൻ്റെ എല്ലാമായ ഈ പരിപാടിയുടെ സംവിധായകനും തിരക്കഥാകൃത്തും പ്രൊഡ്യൂസറും പിന്നണിയിലെ എല്ലാ കാര്യങ്ങൾക്കും ഊർജ്ജസ്വലനായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട തോമസൻ അച്ഛൻ, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ ഇടുക്കിയുടെ MLA-യും ബഹുമാനീയ മന്ത്രിയുമായ ശ്രീ റോഷി അഗസ്റ്റിൻ, എൻ്റെ മുന്നിലിരിക്കുന്ന ആദരണീയനായ വൈദിക ശ്രേഷ്ഠര്, അതുപോലെ മദേഴ്സ്, എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാർ, സുഹൃത്തുക്കൾ ഇവിടെയുണ്ട്. ഒപ്പം അമ്മമാര്, ചേട്ടന്മാര്, അച്ഛന്മാര്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ദിവസത്തിൻ്റെ ആശംസകൾ. പ്രത്യേകിച്ച് ഈ ഒരു സ്ഥാപനം വിജയകരമായി 25 വർഷത്തിൻ്റെ ആഘോഷത്തിൽ തിളങ്ങി നിൽക്കുന്ന ഈ ഒരു നല്ല സമയത്ത് ഞാൻ എൻ്റെ ഏറ്റവും ചെറിയ വലിയ ആശംസകൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. നവദർശന ഗ്രാം എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 25 വർഷം മുമ്പ് തുടങ്ങിയ ഈ ഒരു സ്ഥാപനത്തിലെ എന്നും പേരങ്ങനെ പുതിയതായി പുതുമയോടെ തന്നെ നിൽക്കും. നവദർശനം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. പുതിയ കാര്യങ്ങൾ ചിന്തിക്കുക, പുതിയ കാഴ്ചപ്പാടുകളോടുകൂടി കാര്യത്തെ കാണുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്നും സിൽവർ ജൂബിലിയുടെ ഒരു ആഘോഷ തിളക്കത്തിലാണെങ്കിലും ആ ഒരു പുതുമുഖ നായകൻ്റെ ചുറുചുറുക്കോടെ തന്നെയാണ് ഈ നവദർശന ഗ്രാം അങ്ങനെ പോകുന്നത്. അതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളോടല്ലോ പറഞ്ഞിരുന്ന കാര്യമില്ല. ഈ കെട്ടുവിടാൻ സാധാരണ പുളിയാണ് നല്ലത്. അങ്ങനെ നോക്കുമ്പോൾ 25 വർഷം മുമ്പ് ഇങ്ങനെ തുടങ്ങിയ സംഭവം ഈ പുളിയന്മല എന്ന ഈ ഒരു പേരിൽ തന്നെ വന്ന് നിന്നത്, ഇതേപ്പറ്റി ആരും 25 വർഷത്തിനിടയിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. അറിയില്ല. എന്തായാലും ഇപ്പം എൻ്റെ ക്രെഡിറ്റിൽ അത് കിടക്കട്ടെ. അപ്പോൾ കേരളത്തിൽ ഒരുപാട് ഡി അഡിക്ഷൻ സെൻ്ററുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ. എന്നാൽ തന്നെയും പുളിയന്മലയുടെ ഒരു പ്രത്യേകത അത് തന്നെയാണ്. അപ്പോൾ 25 വർഷമാകുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ചെറിയൊരു അഭ്യർത്ഥനയുള്ള, എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സ് എന്നെ പകർത്തിയതിന് ശേഷം മാറി നിന്നില്ലെങ്കിൽ പുറകിൽ നിൽക്കുന്നവർ അവർ പ്രതികരിക്കും. കാരണം പല അമ്മമാരുടെയും കഴുത്ത് ഉയർന്നുയർന്ന് ജിറാഫിൻ്റെ പോലെയായി. നിങ്ങൾ മനസ്സിലാക്കുന്നത് എനിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ടല്ല, സ്റ്റേജിന് കുറച്ച് എന്നുള്ളത് നിങ്ങളത് മനസ്സിലാക്കുക. മലയാളി എങ്ങനെയാണല്ലോ. അപ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട്. ഞാനിവിടെ വന്ന് ചെറിയ കുറച്ച് കാര്യങ്ങൾ ചെയ്തപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഈ വിളക്ക് ഞാൻ തന്നെ കത്തിക്കേണ്ടതാണോ? അപ്പോൾ പറയാതെ പിന്നെ അച്ഛനെ തിരികെ കത്തിക്കും. അങ്ങനെയാണെങ്കിൽ അത് താഴേക്ക് വരുന്നതാണ് നല്ലത്. എൻ്റെ ആ അഭ്യർത്ഥന മാനിച്ച് അദ്ദേഹം ആദ്യം തന്നെ അത് ചെയ്തു തന്നു. അതിലും സ്വകാര്യമായി നിങ്ങളെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പ്രത്യേക ഒരു നന്ദി അച്ഛനെ അറിയിക്കുന്നു. പിന്നെ എനിക്ക് ഏറ്റവും രസമായി തോന്നിയത് നമ്മുടെ അധ്യക്ഷ പ്രസംഗം, നമ്മുടെ ബഹുമാനായ അച്ഛൻ, അദ്ദേഹം അമേരിക്കയിലെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ, ചില കാര്യങ്ങൾ. പക്ഷെ അതിനകത്തൂടെ അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ മലയാളിയുടെ അതിരുവിട്ട സ്വാതന്ത്ര്യത്തെ പറ്റി എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു വേദിയിൽ നിന്ന് എനിക്ക് പറയാനുള്ളതും അതൊക്കെ തന്നെയാണ്. നമ്മൾ ചില സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ ആ സ്വാതന്ത്ര്യം നമ്മൾ ദുർവിനിയോഗം ചെയ്ത് അതിൻ്റെ കുഴപ്പത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോകുന്ന ഒരു ത്വര മറ്റാരേക്കാൾ മലയാളിക്ക് കൂടുതലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വേദിയിൽ വന്ന് നിൽക്കാൻ എനിക്ക് തോന്നുന്നത്, ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇതൊരു ജീവിതത്തിൻ്റെ യാത്രയിലുള്ള ചിലപ്പോൾ ഒരു നിയോഗമാകാം. പല പല വേദികളിലൂടെ നമ്മൾ ഒരുപാട് ഏതാണ്ട് ആയിരക്കണക്കിന് വേദികളിൽ പലപ്പോഴും എൻ്റെ യാത്ര എൻ്റെ കാല് കുത്തിയിട്ടുണ്ടെങ്കിലും ഈ ഇങ്ങനെയൊരു വേദിയിൽ വന്ന് നിൽക്കുന്നത്, പ്രത്യേകിച്ച് ഒരു 25 വർഷമൊക്കെ
സിൽവർ ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ടീ അഡിക്ഷൻ സെൻ്ററിൻ്റെ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ പറയേണ്ടത്, ഇങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ ഗുണം ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടുള്ള ഗുണഭോക്താക്കളിൽ ഒരാളാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ അധികം വില്ലന്മാരൊന്നുമില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വില്ലൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അത് എൻ്റെ ഫാദറിൻ്റെ മദ്യപാനശീലമായിരുന്നു. കുട്ടിക്കാലത്തൊക്കെ അദ്ദേഹത്തിൻ്റെ മദ്യപാനം മൂലം കുറച്ച് പ്രശ്നങ്ങളൊക്കെ എനിക്കും എൻ്റെ കുടുംബത്തിലുണ്ടായിട്ടുണ്ട്. അത് പിന്നീട് കൂടി വന്ന് അവസാനം അദ്ദേഹത്തെ എനിക്ക് ഇതേപോലെയുള്ളൊരു സ്ഥാപനത്തിനെ ഏൽപ്പിക്കേണ്ടി വന്നു. ഇപ്പോൾ 10 വർഷം 11-12 വർഷമായിട്ട് ഏറ്റവും നല്ല യാതൊരു വിധത്തിലുള്ള ദുശീലങ്ങളും ഒന്നുമില്ലാത്ത ഒരു മാതൃക ഫാദറായി, അച്ഛനായി എൻ്റെ അച്ഛനുണ്ട്. അപ്പം ഞാൻ ഇവിടെ വന്ന് നിന്നപ്പോൾ എനിക്ക് ഇവിടുത്തെ ഇതിൻ്റെ ഗുണഭോക്താക്കൾ ഇവിടെ വന്ന് ഈ അഡിക്ഷൻ സെൻ്ററിൽ വന്നതിന് ശേഷം എനിക്ക് വളരെ സന്തോഷം തോന്നിയത് മാസാമാസമുള്ളൊരു കൂട്ടായ്മ. അത് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ്. ഇവിടെ നിന്ന് പോയി നമ്മുടെ ജീവിതത്തിലുണ്ടായ ഗുണങ്ങൾ ഓർത്തിട്ട് അത് വിസ്മരിക്കാതെ തിരിച്ചു വരിക. ഇപ്പം ഈ 25-ാം വർഷത്തിൻ്റെ ഇതിലും ഈ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ കുറേ ആളുകൾ അങ്ങനെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിനോടുള്ള നിങ്ങളുടെ ഒരു കടപ്പാടാണ് അത് രേഖപ്പെടുത്തുന്നത്. അതിൽ എൻ്റെ മുന്നിലിരിക്കുന്ന സൂപ്പർ സ്റ്റാറുകളോട് ഞാൻ എല്ലാവിധ ഭാവുകങ്ങളും പ്രത്യേകം ആശംസകളും അഭിനന്ദനങ്ങളും അറിയിക്കുക. നല്ല കൈയോട് കൊടുക്കുന്നുണ്ട്. ഇത് പറയാൻ കാര്യം, എൻ്റെ അച്ഛൻ 10-12 വർഷമായിട്ട് നിർത്തിയല്ലോ. ഇപ്പോഴും പുള്ളി സമ്മതിച്ചിട്ടില്ല ഞാനിങ്ങനെ അവിടെ പോയിട്ടാണ് നിർത്തിയെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ചോദിച്ചില്ല, അച്ഛൻ അവിടെ പോയിട്ടല്ലോ? എനിക്ക് തോന്നി ഞാൻ നിർത്തി. ആ ഒരു രീതിയിലല്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സൂപ്പർ സ്റ്റാർസ് എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇങ്ങനെ നിർത്തണം എന്നുണ്ടെങ്കിൽ നല്ല കൺട്രോൾ വേണം മാനസികമായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചറിവ് വേണം. ഞാൻ ഇവിടെ നിന്ന് പോയതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ പ്രകാശം ഉണ്ടായതെന്നും അത് നമുക്ക് ഗുണകരമായ രീതിയിൽ ജീവിതത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കിയിട്ട് ആ സ്ഥാപനത്തിനോട് കാണിക്കുന്ന നമുക്ക് കിട്ടിയ ആ ഒരു വലിയ സൗഭാഗ്യം വിസ്മരിക്കാതെ വീണ്ടും ഇവിടെ എത്തി ഇവിടുത്തെ പരിപാടികളിലും ഇവിടെയുള്ള മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന തരത്തിൽ ഈ പ്രോഗ്രാമിനോട് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിനോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് ഒരു വലിയ കയ്യടി. ഇനിയും ഒരുപാട് കൂടാൻ സാധ്യത ഇത്തരം സ്ഥാപനങ്ങൾ. കാരണം അത്രയേറെ മദ്യഷാപ്പുകൾ നമ്മളിവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിങ്ങനെ സന്തുലനം എന്ന് പറയുന്നത് പോലെ തന്നെ എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ അതിനൊരു റെമഡി എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. സിനിമയിലൊക്കെ ഞങ്ങൾ ഈ മദ്യപിക്കുന്ന രംഗം കാണിച്ചിട്ട് അതിനടിയിൽ എഴുതി കാണിക്കും. അതുകൊണ്ട് പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ അതൊക്കെ ഭയങ്കര നിയമങ്ങളാണ്. പക്ഷേ ഇത് ആരും കുടിക്കുന്നവർ കാണില്ല എന്നുള്ളത് വേറെ സത്യം. കാരണം അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു ചടങ്ങ് പോലെ കടത്തിവിടും. എന്നാൽ നമ്മളിപ്പോൾ ഈ ബഹുമാനിയായ നമ്മുടെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ മനസ്സിൻ്റെ നിയന്ത്രണം എന്ന് പറയുന്നത് വളരെ വളരെ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് ഈ ശീലങ്ങളെല്ലാം അവസാനിപ്പിച്ച് കടന്നുപോയവർ ജീവിതത്തിലുടനീളം ഇതേപോലെ തന്നെ ഈ സിൽവർ ജൂബിലിയുടെ തിളക്കം പോലെ തന്നെ വർഷങ്ങളോളം തിളങ്ങി ആ കുടുംബത്തിന് മുഴുവൻ പ്രകാശം പരത്തുന്ന തരത്തിൽ നല്ല വ്യക്തിത്വങ്ങളായി മാറാൻ, ആരും വീണ്ടും തിരിച്ചു വരാതിരിക്കാനും കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോവാതിരിക്കാനും ഉള്ള കാര്യങ്ങളിലാണ് നിങ്ങളെല്ലാവരും. അത്തരത്തിലുള്ള ഒരു നവദർശനത്തിലാണ് ഇവിടെയുള്ള എല്ലാവരും തന്നെ എന്ന് എനിക്കറിയാം. ഒരു വലിയ ഉദ്യമത്തിൻ്റെ ഭാഗമായി തീർച്ചയായും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ എത്തുകയും ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഇതൊക്കെ നമ്മുടെയൊക്കെ തന്നെ കലാകാരൻ്റെയൊക്കെ ധർമ്മമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് അച്ഛനെന്നെ കുറച്ച് ലേറ്റായിട്ട് വിളിച്ചെങ്കിലും ഞാൻ ഇന്നലെ റാന്നിയിലായിരുന്നു പ്രോഗ്രാം. അതിനുശേഷം റാന്നിയിൽ നിന്ന് നേരെ ഇവിടെ വന്നതിൻ്റെ കാരണവും മറ്റൊന്നുമല്ല, ഞാൻ ആദ്യം പറഞ്ഞ ഇത്തരത്തിലുള്ള സ്ഥാപനത്തിൻ്റെ ഗുണഭോക്താവ് അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഗുണഭോക്താക്കളിൽ ഒരാളാണ് ഞാൻ എന്നതുകൊണ്ട് തന്നെയാണ്.
ഒരു മദ്യപാനം നല്ല രീതിയിൽ അതിൻ്റെ അങ്ങേയറ്റം നിന്നപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ ശരീരം മെഡിക്കൽ കോളേജിൽ കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. നല്ല കാര്യം കേട്ടോ. ഇത്രയും നാള് വെള്ളമൊക്കെ അടിച്ച് കുഴപ്പമൊക്കെ ഉണ്ടാക്കി ഇനി ഇങ്ങനൊരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. സമൂഹത്തിന് ഒരുപാട് നല്ല. അയ്യോ, അതുകൊണ്ടല്ല, അത് കഴിഞ്ഞും എൻ്റെ ശരീരം സ്പിരിറ്റിൽ കിടക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് എന്ന് പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. എന്താണ് അവിടെ നിൽക്കുന്നത്? വീട്ടിൽ പോടാ, ഇല്ല വീട്ടിൽ പോകാൻ പറഞ്ഞേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുക, ഇനി അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കഴിയുമ്പോൾ ആരാണ് ആ പോയെന്നറിയോ? ഇല്ല, എൻ്റെ മോനാണ്. കുടുംബത്തിൽ നമുക്ക് അത്രയും ബഹുമാനം കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇത്തരത്തിലുള്ള മദ്യപാനികളെയൊക്കെ സ്റ്റേജിലും അതുപോലെ കോമഡി പരിപാടികളിലുമൊക്കെ ഒരുപാട് അവതരിപ്പിക്കാറുണ്ടെങ്കിലും അതിൻ്റെ എൻഡിൽ വന്ന് നിൽക്കുന്നത് തീർച്ചയായും ഇതൊക്കെ കുഴപ്പം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും അറിയിക്കുന്നതിനോടൊപ്പം തന്നെ എന്നെ ക്ഷണിച്ചതിന് ബഹുമാന്യനായ തോമസ് അച്ഛനോടും ഈ സ്ഥാപനത്തിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് ഔദ്യോഗികമായ എല്ലാ ഭാരവാഹികളോടും സഭയോടും പിന്നെ നമ്മുടെ അച്ഛൻ്റെയൊക്കെ നമ്മുടെ അതെ അദ്ദേഹത്തിൻ്റെ കോളേജിൽ ഞാൻ പോയിരുന്നു. വലിയ സ്വീകരണമായിരുന്നു എനിക്ക് അന്ന് ആ കോളേജിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ അദ്ദേഹം മുമ്പിലിരിക്കുന്നു. അതിലും ആ ഒരു സ്നേഹത്തിനുമൊക്കെ പ്രത്യേകം നന്ദിയും സ്നേഹം അറിയിച്ചുകൊണ്ട് നമ്മുടെ കുട്ടി പറഞ്ഞത്, ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വലിയ വലിയ വാക്കുകളൊന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, എന്തെങ്കിലുമൊക്കെ ഐറ്റമൊക്കെ കാണിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഐറ്റമായിട്ടൊന്നുമല്ല, ഒരു 2 വരി പാട്ട് നിങ്ങളെല്ലാവരും ഒന്ന് താളം പിടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ അത്ഭുത ദ്വീപിലെ ചക്രമാവ് എന്ന് പറഞ്ഞ പാട്ടാണ്. ഒരു വലിയ സന്തോഷം. അടുത്ത മാസം ഞാൻ മെയിൻ റോളിൽ അഭിനയിക്കുന്ന ഒരു സിനിമ റിലീസ് വരുന്നുണ്ട്, 916 കുഞ്ഞൂട്ടൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക്